കേരളം നമ്പർ 1 ആണ്. കേരളം വിശേഷമാണ്. കാപട്യത്തിൻ്റെ മറ്റൊരു പര്യായമായി കേരളം മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ട് കാപട്യം എന്ന് ചോദിച്ചാൽ വളരെയധികം കപടതയാണ്. നമുക്ക് ഏവർക്കും പ്രകടമായി തന്നെ മനസ്സിലാവും. ഇപ്പോൾ ലോകത്തിൽ വിവിധ രാജ്യങ്ങളിൽ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. 4 വർഷം കഴിഞ്ഞു റഷ്യ യുക്രൈൻ യുദ്ധം. അത് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ പൊട്ടിക്കലാണ്. എന്നുള്ള പൊട്ടിക്കലൊക്കെ നിർത്തി രണ്ടാളും. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിച്ചിട്ട് യുദ്ധം നിലനിൽക്കുന്നുണ്ട് എന്ന് ആ സജീവത കാണിക്കാൻ വേണ്ടിയുള്ള പൊട്ടിക്കലാണ്. വേറെ ഒന്ന് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമുള്ള യുദ്ധം. അതും ഈ പറഞ്ഞ പോലെ നിത്യമില്ല, ഇടയ്ക്കിടയ്ക്ക് ഓരോ പൊട്ടിക്കലാണ്. പിന്നെ ഇപ്പോൾ വളരെ ശക്തമായിട്ട് ഒരു മഹായുദ്ധം എന്ന് പറയാവുന്നതാണ്. ഒരു ഭാഗത്ത് ഇസ്രായേലും അമേരിക്കയും, മറുഭാഗത്ത് ഇറാനും. ഇറാനോടൊപ്പം തന്നെ ആര് ഇസ്ലാമിക ഭീകരശക്തികൾക്ക് അഭയം നൽകുന്നുണ്ടോ ആ പ്രദേശങ്ങളും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും ഇസ്രായേൽ പലസ്തീനെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല. ഒരിക്കലും. പലരും കേരളത്തിൽ പറയുക അങ്ങനെയാണ്, പലസ്തീനെ ആക്രമിക്കുന്നു. പലസ്തീനെ ഇന്ന് വരെ ഇസ്രായേൽ ആക്രമിച്ചിട്ടില്ല. മറിച്ച് ഹമാസ് ഭീകരർക്ക് ആശ്രയം കൊടുത്ത ഇതിൻ്റെ പേരിൽ മാത്രമാണ് അവർക്ക് ഉപദ്രവം. ഇപ്പോൾ പുതിയ ലെബനണിൽ പുതിയ നീക്കങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല. ലെബനൺ ഇപ്പോൾ ഈ ഹൂതി അതുപോലെ മറ്റേ ഇവരുണ്ടല്ലോ ഹിസബുള്ളക്കെതിരായിട്ട് നീങ്ങിക്കഴിഞ്ഞു നാട്ടുകാർ. കാരണം ഇവർ വന്നിട്ടാണ് നമുക്ക് ഈ ഉപദ്രവമൊക്കെ ഉണ്ടാവുന്നത് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ആ തിരിച്ചറിവ് എല്ലായിടത്തും ഉണ്ടാവുക വേണ്ടത്. ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പിൻ്റെ വിഷയമാണ്. അവർ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടവരാണ്. ലോകത്തിൽ മറ്റൊരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ കൗണ്ട് ഡൗൺ ക്ലോക്ക് ഉണ്ടാക്കി വെക്കുക എന്ന് പറഞ്ഞാൽ അത് ആർക്കും അംഗീകരിക്കാൻ പറ്റുക? ഇസ്രായേലിൻ്റെ നാശത്തിൻ്റെ കൗണ്ട് ഡൗൺ ക്ലോക്ക് ഇറാനിൽ, ടെഹ്റാനിൽ വെച്ചിരിക്കുക. അങ്ങനെയുള്ളവരുടെ കയ്യിൽ ന്യൂക്ലിയർ എനർജി വരുന്നത് മറ്റവർ നോക്കിയിരിക്കുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഷിയ വിഭാഗത്തിൻ്റെതായ സംവിധാനത്തിൽ മുന്നോട്ട് പോകുന്ന, ഒരു കാലത്ത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും കേന്ദ്രമായിരുന്ന സൊറാസ്ട്രിയൻ മതത്തിൻ്റെ ആധാരമായിരുന്ന പ്രദേശം, ലോകത്ത് ഏറ്റവും ശാന്തിയാണ് അവരെ ചതിച്ചത്. ശരിക്കും ശാന്തി സമാധാനമാണ് സൊറാസ്ട്രിയൻകാരെ നശിപ്പിച്ചത്. കാരണം ആക്രമിച്ചപ്പോഴൊക്കെ അവർ സഹിച്ചു. അങ്ങനെ അവർക്ക് രാഷ്ട്രമേ നഷ്ടമായി. അങ്ങനെ ഇറാനെ ആക്രമിക്കുന്നു. അക്രമം അതിമാരകമാകുന്നു. ലോകത്തിൽ എവിടെയായാലും ജനങ്ങൾ ആക്രമിക്കപ്പെടുന്നതും മരിക്കുന്നതും നമുക്ക് ദുഃഖകരം തന്നെയാണ്. പക്ഷേ യുക്രൈൻ റഷ്യ വിഷയത്തിൽ ഒരക്ഷരം പറയാത്തവർ, അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ വിഷയത്തിൽ ഒരക്ഷരം പറയാത്തവർ ഒറ്റക്കെട്ടായിട്ട് സാമ്രാജ്യത്വ അമേരിക്കൻ ശക്തിക്കെതിരായിട്ട് തീപ്പന്തവും പ്രസംഗവും ഇറാൻ അനുകൂലമായിട്ട് പ്രസംഗവുമൊക്കെയാണ്. വിരോധമില്ല, അവരുടെ സ്വാതന്ത്ര്യമാണ്. അതിനെ ഞാൻ കാപട്യം എന്ന് പറയില്ല. അത് കഴിഞ്ഞ് ഇറാൻ അമേരിക്കയെ നേരിട്ട് ആക്രമിക്കാൻ വയ്യ. ചതിയിൽ കൂടെ വല്ലതും ചെയ്യാൻ പറ്റുമായിരിക്കാം, പക്ഷേ നേരിട്ട് വയ്യ. അപ്പം അവരെന്ത് ചെയ്യുന്നു? സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ, സൽത്തനേറ്റ് ഓഫ് ഒമാൻ, ഈ 6 രാജ്യങ്ങളെ ആക്രമിക്കും. അപ്പം ചിലർ പറയും 6 രാജ്യങ്ങളെ അല്ല സ്വാമി ആക്രമിക്കുന്നത്, അവിടെയുള്ള അമേരിക്കൻ താവളങ്ങളെയാണ്. ആണെങ്കിൽ എന്തിനവർ കുവൈറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ പുതിയ ടെർമിനൽ മുഴുവൻ നശിപ്പിച്ചു? എന്തിന് ബഹ്റിനിലെ പൊതു മേഖലകളിലേക്ക് മിസൈൽ അയച്ചു? എന്തിന് ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ വലിയ ഭാഗം കേടുവരുത്തി? എന്തിന് ജനാവാസ കേന്ദ്രത്തിലേക്ക് അബുദാബിയിലേക്കും ദുബായിലേക്കും മിസൈൽ അയച്ചു? അവിടെയെല്ലാം മരിക്കുന്നത് ഇവിടെ ആരാണോ
ഷിയയ്ക്ക് അനുകൂലമായി കൊടി പിടിക്കുന്നത് അവർ ശത്രുവായി കണക്കാക്കുന്ന സുന്നികളാണ്. ഇതെല്ലാം സുന്നി രാജ്യങ്ങളാണ്. ഈ 6 സുന്നി രാജ്യങ്ങളാണ്. ഇറാൻ ഷിയ രാജ്യമാണ്. എന്തുകൊണ്ട് ഈ രാജ്യങ്ങൾക്ക് അനുകൂലമായി ഇവിടുത്തെ ഈ തീപ്പന്തം കൊളുത്തുന്നവരും പ്രസംഗിക്കുന്നവരും പറയുന്നില്ല? അതിനെയാണ് കാപട്യം എന്ന് പറഞ്ഞത്. എല്ലാവരും ഇറാന് മാത്രം അനുകൂലമാണ്. ഭാരതം ഇറാൻ അനുകൂലം പറഞ്ഞിട്ടില്ല. അവരുടെ പരമോന്നത അധികാരിയായിരുന്ന ആൾ കൊല്ലപ്പെട്ടതിൽ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊല്ലപ്പെട്ടതിൽ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്, അല്ലാതെ അപലപിച്ചിട്ടില്ല. അപലപിക്കലും ദുഃഖം രേഖപ്പെടുത്തലും രണ്ടാണ് ആണല്ലോ. തീർത്തും രണ്ടല്ല, ഭിന്നമാണ്. നീ മരിച്ചതിൽ ഞാൻ ദുഃഖം രേഖപ്പെടുത്തുന്നു, നീ കൊല്ലപ്പെട്ടത് തന്നെയാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അതിൽ വിരോധമില്ല. അതുകൊണ്ട് അപലപിച്ചിട്ടില്ല, ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേ സമയത്ത് ഭാരതം ഈ 6 രാജ്യങ്ങളുടെ കൂടെയാണെന്ന് സ്പഷ്ടമായി പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. ഈ 6 രാജ്യങ്ങളുടെ കൂടെയാണ് ഭാരതം. ഈ ഭാരതത്തിൽ നിന്നുള്ളവർ ഏറ്റവും അധികം സമാശ്രയിക്കുന്നതും ഈ 6 രാജ്യങ്ങളെയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്ത് ജീവിക്കുന്നവർ, അവരാരും അവരുടെ ഔദാര്യത്തിനൊന്നും നിൽക്കുകയല്ല, മറിച്ച് അവർ ജോലി ചെയ്ത് ശമ്പളം വാങ്ങുകയാണ്. എങ്കിൽ തന്നെയും ഈ ഭാരതത്തിൽ ഏറ്റവും അധികം പേര് പണ്ട് കാലത്ത് പേർഷ്യയിൽ പോവുക എന്ന് പറഞ്ഞാൽ ഇറാനിലേക്കായിരുന്നു. പക്ഷേ പിന്നെ എന്തായി? സൗദി പോവുകയാണെന്ന് വെച്ചാലും പേർഷ്യ പോകാമെന്നാണ് പറയുക, UAE പോവുകയാണെന്ന് വെച്ചാലും പേർഷ്യ പോകാമെന്നാണ് പറയുക. എന്തിനും അറ്റത്ത് ഭാരതത്തിൽ അടുത്തുള്ള ഒമാനിൽ പോവുകയാണെങ്കിലും പേർഷ്യ പോകാമെന്നാണ് പറയുക. അങ്ങനെയായിരുന്നു പണ്ട് പറയുക. അത് ഇപ്പോഴും ആ വ്യത്യാസം പോയിട്ടുണ്ടാവില്ല അവർക്ക്. അതുകൊണ്ടാണ് ഈ 6 രാജ്യങ്ങൾക്ക് അനുകൂലം പറയുന്നില്ല, ഒക്കെ ഇറാൻ അനുകൂലമാണ് പറയണത്. അതിനെയാണ് കാപട്യം എന്ന് പറഞ്ഞത്. അത് ശുദ്ധ കാപട്യമാണ്. എവിടെ മരണം നടക്കുന്നതും ദുഃഖകരം തന്നെ. അതിനെല്ലാത്തിനെയും ഒരുപോലെ അപലപിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ഭാരതത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായ നിലപാടാണ് ഭാരതത്തിൻ്റെത്. അവിടെയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പോലും ഭാരതത്തെ അപലപിക്കുന്നത്. കാരണം ഇറാൻ പരമോന്നത അധികാരിയുടെ ഹിംസയിൽ അപലപിക്കാതിരിക്കുന്നത് ഒരു പക്ഷം ചേരലാണെന്നാണ് അയാൾ പറഞ്ഞത്. ഇതുതന്നെ സോണിയാഗാന്ധിയും ആവർത്തിച്ചു. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത്, മുമ്പ് ഇറാൻ ഇറാഖ് യുദ്ധം നടന്നപ്പോൾ ഭാരതം ഏതെങ്കിലും ഭാഗത്തെ അപലപിച്ചിരുന്നോ? അന്ന് നരേന്ദ്രമോദി ആയിരുന്നില്ലല്ലോ. സദ്ദാം ഹുസൈൻ കൊല്ലപ്പെട്ടപ്പോൾ ഭാരതം അപലപിച്ചിരുന്നോ? ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപലപിച്ചിരുന്നോ? ഇല്ല. അന്ന് നരേന്ദ്രമോദി ആയിരുന്നില്ലല്ലോ പ്രധാനമന്ത്രി. ഓരോ രാഷ്ട്രത്തിനും ഓരോ നയമുണ്ട്. ഭാരതം ഒരു പക്ഷവും ചേരാത്തതാണ്. അത് NSSൻ്റെ സമദൂരം പോലെയല്ല, അതുപോലുള്ള സാധനമല്ല. പക്ഷേ ഭാരതം ഒരു പക്ഷവും ചേരാത്തതാണ്. എന്ന് മാത്രമല്ല, ഇതിൽ മാധ്യസ്ഥം വഹിക്കാൻ ഏതെങ്കിലും ഒരു രാജ്യത്തിന് സാധ്യതയുണ്ടെങ്കിൽ അത് ഭാരതത്തിന് മാത്രമാണ്. ഇപ്പോൾ UN തന്നെ ആവശ്യപ്പെട്ടു, നിങ്ങൾ ഇതിന് മധ്യസ്ഥത വഹിക്കണമെന്ന്. റഷ്യക്ക് പറ്റുമോ? ഇല്ല. ചൈനയ്ക്ക് പറ്റുമോ? ഇല്ല. അമേരിക്കയ്ക്ക് പറ്റുമോ? ഇല്ല. നാറ്റോ രാജ്യങ്ങൾക്ക് പറ്റുമോ? ഇല്ല. ആകെ കൂടെ മധ്യസ്ഥത വഹിക്കാൻ ശേഷിയുള്ള ഒറ്റ രാജ്യമേ ഉള്ളൂ, ഒറ്റ രാഷ്ട്രമേ ഉള്ളൂ. അത് ഭാരതമാണ്. അത് നമ്മുടെ നിലപാടുകളെ കൊണ്ടാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ വൈകാരികമായി അവിടെ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നതിന് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ടത് സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി തുടങ്ങി ഇപ്പോൾ. കാരണം ഇപ്പോൾ ഈ 6 രാജ്യങ്ങൾക്കിടയ്ക്ക് ഐക്യം വന്നു. അവരൊറ്റക്കെട്ടായി ശബ്ദമുയർത്തി, ഇങ്ങനെയാണെങ്കിൽ ഇറാനെ തകർക്കുന്നതിലേക്ക് ഞങ്ങൾക്കും പങ്കുചേരേണ്ടി വരുമെന്ന്. അതിനുശേഷം ഇപ്പം എന്തായാലും സിവിലിയൻ സ്ഥലങ്ങളിലൊന്നും അവരുടെ മിസൈലുകൾ വീണിട്ടില്ല. പിന്നെ അവിടുന്ന് വിക്ഷേപിക്കുന്നവർക്കൊക്കെ അത്രയേ കഴിവുണ്ടാവുള്ളൂ ചിലപ്പോഴേ. നീ അതും വേണമല്ലോ പറയുക. ഇതിപ്പോൾ കറക്റ്റ് സ്ഥലത്തേക്ക് പോകണമെങ്കിൽ കുറച്ച് എളുപ്പമല്ലല്ലോ. പിടിവിട്ട പരിപാടിയല്ലേ മിസൈൽ വിട്ടു കഴിഞ്ഞാൽ. രസകരമായ ഫോട്ടോ കണ്ടിരുന്നു. ഇസ്രായേൽ വീണൊരു ഇറാൻ്റെ ഈ മിസൈലിൻ്റെ മുകളിൽ കുട്ടികൾ കളിക്കണത് നിങ്ങൾ കണ്ടിരുന്നോ ആ ചിത്രം?
ഇസ്രായേലി കുട്ടികൾ കളിക്കുക, അവർക്കൊരു പേടിയില്ല. അവർക്കറിയാം ഇതൊന്നും പറ്റാൻ പോണില്ല എന്ന്. അതിനെ മുകളിൽ നിന്ന് കളിക്കണം, ഉരുട്ടുക. നമ്മളൊക്കെ പറമ്പിലൊരു സാധനം വന്ന് വീണാൽ കൗതുകത്തോടു കൂടി നമ്മൾ പോയി കളിക്കില്ലേ, അതുപോലെയാണ് കളിക്കണത്. മുതിർന്നവരൊക്കെ കണ്ടു നിൽക്കുന്നുണ്ട്, ഒരു പ്രശ്നവും മുതിർന്നവർക്കില്ല. അതിലൊറ്റ ആ ഫോട്ടോ നമുക്ക് ഒരുപാട് ആശയങ്ങളെ പറഞ്ഞു തരും. വ്യക്തമാണല്ലോ പറഞ്ഞത്, ഒറ്റ ഫോട്ടോ മതി. അതുകൊണ്ട് ഭാരതത്തെ സംബന്ധിച്ച് ഭാരതം ആരുടെ കൂടെയല്ല, ആർക്കും എതിരുമല്ല, ആർക്കും എതിരുമല്ല. പക്ഷേ നമ്മുടെ ദൃഷ്ടിയിൽ നിങ്ങളാരെങ്കിലും ആളെ എന്നെ അടിച്ചു, ഞാൻ നിങ്ങളെ തിരിച്ചടിക്കണ്ടേ? അതിന് പകരം ഞാൻ അടുത്തുള്ളവരൊക്കെ അടിക്കാൻ തുടങ്ങിയാലോ, എങ്ങനെ ഉണ്ടാവും? അപ്പോൾ അത് സമ്മർദ്ദ തന്ത്രമാണ് സ്വാമി. ഇങ്ങനെ മറ്റുള്ളവരൊക്കെ ആക്രമിച്ച് സമ്മർദ്ദം ഉണ്ടാക്കിയാൽ അവർക്ക് യുദ്ധം നിർത്താൻ വേണ്ടി ആവശ്യപ്പെടാൻ പറ്റുമോ? അത് വെറുതെ കണക്കൂട്ടില്ല. ഞാൻ എൻ്റെ തോന്നിയാസം നിർത്തുക മാത്രമേ പറ്റുള്ളൂ, വേറെ ഒന്നും പറ്റില്ല. അപ്പോൾ ചോദ്യം, ആണവശക്തിയാകുന്നതിനെ നിങ്ങൾക്ക് എതിർക്കാൻ പറ്റുമോ? ആണവശക്തിയാകുന്നതിനെ നമുക്കാർക്കും എതിർക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ആണവശക്തിയാണ്. നമ്മൾ ആണവശക്തി ആയതുകൊണ്ടാണ് ഭാരതത്തിൻ്റെ വാക്കിനിപ്പോൾ ശക്തി ഉള്ളത്. പക്ഷെ നമ്മൾ ആണവശക്തിയായത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ലോകത്തിന് മുമ്പിൽ പ്രഖ്യാപിച്ചത് എന്ത് പേരിലായിരുന്നു? എത്ര പേര് ഓർമ്മിക്കുന്നുണ്ട്? ദി സ്മൈലിംഗ് ബുദ്ധ എന്ന പേരിലാണ്. ആണവശക്തിയായത് രാവണ എന്ന പേരിലല്ല. എന്തിന്? കൃഷ്ണൻ്റെ രാമൻ്റെയും പേര് പോലും അല്ല നമ്മൾ ഇട്ടത്. കാരണം അവരൊക്കെ കുറച്ചൊരു കേമന്മാരായിരുന്നു. രാമൻ ഒരിക്കലും ബില്ല് താഴെ വെച്ചിട്ടില്ല. കാളി എന്നല്ല നമ്മൾ പേരിട്ടത്, സ്മൈലിംഗ് ബുദ്ധയാണ്. അപ്പോൾ ബുദ്ധൻ ചിരിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ അത്രയും കരുത്തുണ്ടാവണം, എന്നാലേ ബുദ്ധന് ചിരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ ആണവ പരീക്ഷണത്തിന് ദി സ്മൈലിംഗ് ബുദ്ധ ഇട്ടത്. പക്ഷെ പിന്നെ കുറേയും കൂടിയാണ് കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ബുദ്ധൻ നിന്ന് മാറ്റി പിടിക്കാൻ നമ്മൾ മനസ്സിലാക്കി, അവിടെ ശക്തിയാക്കി. രണ്ടാമത്തെ നമ്മുടെ ആണവ പരീക്ഷണം ശക്തിയാണ്. നമുക്ക് ഒഫീഷ്യലായി പറയപ്പെടുന്നത് തന്നെ 90ഓളം ആറ്റം ബോംബ് സംവിധാനം നമ്മളെ കയ്യിലുണ്ട്. പക്ഷേ അതിനേക്കാൾ എത്രയോ അധികം ഉണ്ടാവും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതെ. അപ്പോൾ ഇറാൻ ആണവശക്തിയാക്കുന്നതിനെ നമുക്ക് എതിർക്കാനൊന്നും പറ്റില്ല. പിന്നെ എവിടെയാണ് എതിർപ്പ്? അവിടെയാണ് പറയേണ്ടത്, മറ്റൊരു രാഷ്ട്രം നശിക്കുന്നതിൻ്റെ കൗണ്ട് ഡൗൺ ക്ലോക്ക് ഉണ്ടാക്കി വെച്ചവർ ആണവശക്തിയായാൽ അത് എതിർക്കപ്പെടും. ഭാരതം അങ്ങനെ ആരെയും ശത്രുവായി കണക്കാക്കിയിട്ടില്ല. നമുക്ക് ശത്രുക്കളില്ല. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, പാകിസ്ഥാൻ നമ്മുടെ ശത്രുവല്ലേ? പാകിസ്ഥാൻ നമ്മുടെ ശത്രു അല്ല. പാകിസ്ഥാൻ എന്ന് യുദ്ധം പ്രഖ്യാപിക്കുന്നു അന്ന് ശത്രുവാണ്. അതുവരെ ശത്രു ഇല്ല നമുക്ക്. അതാണ് ഭാരതത്തിൻ്റെ നിലപാട്. നമുക്ക് സ്ഥായിയായിട്ടൊരു ബന്ധുവില്ല, സ്ഥായിയായിട്ടൊരു ശത്രുവില്ല. എന്നാൽ പ്രതിസന്ധികളൊക്കെ നമ്മളെ കൂടെ നിന്ന് സഹായിച്ചവരെ ഒരിക്കലും നമുക്ക് കൈവിടാനോ വിസ്മരിക്കാനോ പറ്റില്ല. അതേറ്റവും പ്രധാനമായിട്ട് ഇസ്രായേലും റഷ്യയുമാണ്. ഇസ്രായേലും റഷ്യയുമാണ് ഏത് പ്രതിസന്ധിയിലും നമ്മുടെ കൂടെ നിന്നിട്ടുള്ളത്. അവരൊരിക്കലും ഭാരതത്തിന് കൈവിടാൻ പറ്റില്ല, ഭാരതത്തെ അവരും കൈവിടില്ല, ഉറപ്പ്. മറ്റാരെയും അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. ഇതൊന്നും മനസ്സിലാക്കാൻ കഴിവില്ലാത്തവർ തെരുവിൽ അതും ഇതും വിളിച്ചു പറയും. അവർക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതുകൊണ്ട് പറയട്ടെ. ചിലരിപ്പോൾ യുദ്ധം അവസാനിപ്പിക്കുന്നൊക്കെയാണ് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് മൈക്ക് വെച്ച് പ്രസംഗിക്കുന്നത്. ഇതിന് തുടരാൻ അനുവദിക്കില്ല എന്നൊക്കെയാണ് ഇവിടുന്ന് അപ്പമൊക്കെ പറയണത്, അല്ലേ? എന്താ ചെയ്യുക? പിന്നെ ഇയാളോട് ചോദിച്ചിട്ടില്ല എവിടെ പൊട്ടിക്കണത്? എന്തൊരു കഷ്ടമാണ്. അതുകൊണ്ട് ഭാരതം ഒരക്ഷരം പറഞ്ഞിട്ടില്ല. ഭാരതം വളരെ ദീർഘവീക്ഷണത്തോടു കൂടി മാത്രമേ അഭിപ്രായ പ്രകടനം എക്കാലവും നടത്തിയുള്ളൂ. ഇപ്പോൾ മാത്രമൊന്നുമല്ല, എക്കാലവും അങ്ങനെ തന്നെയാണ്. ശരി, സന്തോഷം.